അപ്പൊ ഞങ്ങളങ്ങനെ ജുറാസിക് വേൾഡ് റീബർത്ത് കണ്ടിറങ്ങിയിരിക്കുകയാണ്. അപ്പോ പ്രത്യേകിച്ച് ഭയങ്കര വാവ് സംഭവം, കിഡിലോസ്കി, എഡ്ജ് ഓഫ് ദ സീറ്റ്, ബ്രില്യൻസ് ഒന്നും പറയാല്ല. വെരി പ്രഡിക്റ്റബിൾ. ഫസ്റ്റ് ഒറിജിനൽ ജുറാസിക് പാർക്ക് കണ്ട ആ ഒരു പ്ലോട്ട് നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവില്ലേ? സെയിം പ്ലോട്ട്, സെയിം പാറ്റേൺ, സെയിം സാധനങ്ങള് എല്ലാം ഒരുപോലെ, ഒരേ സാധനങ്ങൾ തന്നെ. ഒരു എന്താ പറയാ, സെയിം എസെൻസ് എടുത്തിട്ട് ഇപ്പുറത്ത് കൊടുത്ത് പ്ലേസ് ചെയ്തു. കൂടുതൽ വലിയ ഗിമിക്കോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോഴത്തെ ജനറേഷനിൽ പാരൻസിന് കുട്ടികളെ കൊണ്ടുപോയിട്ട് ഒരു 3D ജുറാസിക് പാർക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ ദിനോസേഴ്സിനൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഒരു പടം കാണിച്ച് പുറത്തിറങ്ങാന്നുള്ള ഒരൊറ്റ ഫസ്റ്റ് ഇറങ്ങിയപ്പോ നമ്മളെങ്ങനെ കണ്ടോ അതുപോലെ ഇപ്പോഴുള്ള കുട്ടികൾക്ക് അതെ വലുതായിട്ടൊരു സംഭവം എന്നൊന്നും പറഞ്ഞിട്ട് കാണാൻ ആരും പോകണ്ട. നിങ്ങൾക്ക് ഏത് ജുറാസിക് പാർക്ക് ഏറ്റവും ഇഷ്ടം? എനിക്ക് ഫസ്റ്റ്, വെരി ഫസ്റ്റ്, ഒറിജിനൽ വൺ അല്ലേ? ഒറിജിനൽ വണ്ണ് വേറെ ലെവൽ ആണോ? ഒറിജിനല് എനിക്ക് ജുറാസിക് പാർക്ക് 1ഉം പിന്നെ മറ്റത് 2018 വേൾഡ് ഡോമിനൻസ്, മറ്റേ സാധനം ബ്ലൂ 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 ആ മറ്റേ ബൈക്കൊക്കെ എടുത്ത് സ്ക്രാമ്പിൾ എന്ന് പറഞ്ഞ സാധനമല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ആ രണ്ടെണ്ണം ഭയങ്കര ഇഷ്ടമാണ്. ഇതെനിക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും എൻഗേജിങ് അല്ലാത്തതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എൻഗേജിങ് അല്ല. അതായത് തുടക്കം തന്നെ ആസ് യൂഷ്വൽ ഇവരുടെ റിസർച്ച് R&D ഡിപ്പാർട്ട്മെന്റ് പരിപാടികൾ, ഇവർ ബാക്ക് ടു ആ പഴയ ജുറാസിക് പാർക്കിന്റെ അവിടെ ആദ്യം അവർ ബിൽഡ് ചെയ്ത ഐക്യട്ടോറിനടുത്ത് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്ന അവരുടെ ഫെസിലിറ്റിയിലേക്ക് തിരിച്ചു പോവാണ്. ക്യാരക്ടർ പ്ലേസ്മെന്റ് പോലും ഏറെക്കുറെ ഒരേപോലെ. ഒരു സയന്റിസ്റ്റ്, ഒരു ബാഡ് ക്യാരക്ടർ, അവരെ സഹായിക്കാൻ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകള്, കുട്ടിയുടെ എലമെന്റ് അടക്കം ഒരു ഫാമിലി ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ ഫസ്റ്റ് ഇതിന്റെ കഥ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇത് എല്ലാ ജുറാസിക് പാർക്ക് സീരീസിലും കണ്ട സെയിം കഥയാണല്ലോ എന്നുള്ളൊരു സാധനം. പിന്നെ റീസെന്റ് വന്നിട്ടുള്ള ഈ മ്യൂട്ടേഷൻ സംഭവിച്ച സാധനങ്ങളിലേക്കൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ചധികം വേർബൽ സാധനങ്ങൾ ഇതിനകത്തും ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പടം തുടങ്ങുകയാണ്. പടം തുടങ്ങിയതിനു ശേഷം ഇവര് ഈ ഹാർട്ട് ഡിസീസ് അല്ലേ, ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ട് അറ്റാക്കിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3 വലിയ ദിനോസറിന്റെ ചോരെടുക്കാൻ വേണ്ടി 3 ടൈപ്പ് ഓഫ് വലിയ ദിനോസർ, ചെറുതല്ല വലിയ ദിനോസറിന്റെ ചോരെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. സ്കാർലറ്റ് ജോൺസൺ ആണ് മെയിൻ ലീഡ് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അവരെ കൊണ്ടുവന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപകാരം ഉണ്ടായില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അവർ ഇതിലേതൊക്കെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ കിടിലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നടിയാണ്. ആക്ഷൻ സീക്വൻസ് ഒന്നും ഇല്ലല്ലോ, അല്ല ഇല്ല, അതാ പറഞ്ഞത്. സ്കാർലറ്റ് ഇങ്ങനെ മൂപ്പത്തിനെ കാണിക്കണ്ടെന്നല്ല, അതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. സ്കാർലറ്റിനെ കൊണ്ടു വന്നിട്ട് ഒരുമാതിരി അവർക്ക് ഇത് പണിയേ അല്ല, അവർക്ക് സത്യം പറഞ്ഞാൽ ഇത് കേക്ക് വാക്കാണ്. അവർ ചുമ്മാ ചെയ്തിട്ട് പോയൊരു പരിപാടി പോയി. അവർക്ക് എന്താ ലാഭം, ചാടി ഇറങ്ങലും ഓട്ടൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്തൊക്കെ എനിക്ക് കുറച്ച് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട്. ഗാരറ്റ് എഡ്വേർഡ്സ് അതാണ് ഡയറക്ടറിന്റെ പേര്. ഓക്കെ, അങ്ങനെ കഥ തുടങ്ങി. ഇവരെല്ലാരും കൂടി ഈ ചോരെടുക്കാൻ വേണ്ടിയിട്ട് ഐലാൻഡിൽ പോകുന്നു. അപ്പൊ ഇതിന്റെ ഈ വലിയ വലിയ ദിനോസേഴ്സിന്റെ പേരൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ സ്കൂളിലും കോളേജിലും പോയ സമയമൊന്നും വേണം. അതിനേക്കാൾ കൂടുതൽ സമയം എടുക്കും. വെള്ളത്തിന്റെ ഉള്ളിൽ ഒരു സാധനം പൊന്തി വരും ആദ്യം. അത് കുറച്ചും കൂടി രസമായിരുന്നു. അത് കുറച്ച് അടിപൊളിയായിരുന്നു. നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്, ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്. നമുക്കറിയാം, അതായത് ഓരോ ടൈമിലും ഓരോരുത്തർ പോവും. അതായത് കൂട്ടത്തിലുള്ള ഓരോരുത്തർ തീർന്നു പോകുന്നു നമുക്കറിയാം. എല്ലാ സാധനങ്ങളും നമുക്കറിയാം. ഇതിലെ വില്ലനാണെങ്കിൽ കോമഡി പീസും ആണ്. കോമഡി വരണമെങ്കിൽ പിന്നെ ഇതിൽ ഏറ്റവും ദുരന്ത കോമഡി എന്താ അറിയോ? ഇതിന്റെ ലാസ്റ്റിൽ വന്ന ഡീറക്സ് എന്നാണ് തോന്നുന്നു കേട്ടോ അതിന്റെ പേര്. ഇഫ് ഐ എം നോട്ട് റോങ്, ഡീറക്സ് മ്യൂട്ടേഷൻ വന്ന് സംഭവിച്ച സാധനമാണ്. അതൊരു മാതിരി എന്താണ് എനിക്കൊരു ഒരു പുച്ഛം. പിന്നെ ഇവ എയർ പോകണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല, ഇവനാണത് പറഞ്ഞത്. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. എൻഡോസൾഫോൺ ബാധിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്യുന്ന ആളുകളാണ്. ഇവനെ വേണമെങ്കിൽ നോക്കിച്ചോളൂ, ഇവനാണ് ആ വേർഡ് പറഞ്ഞത്. ഇവനെതിരെ നോ ഞാനിതെന്താ കട്ട് ചെയ്യാതെ ഈ റിവ്യൂല് ഇടുന്ന അറിയോ? ഇവനെ പോലുള്ള സൃഷ്ടിച്ച ചിന്താഗതിയുള്ള ആളുകൾക്ക് ഇത് വേണം. ശരിയാണ്, പറയാൻ പാടില്ല. ഈ ഇനിയും പഠിക്കണം, മനസ്സിലായോ? എൻഡോസൾഫാൻ ബാധിച്ച ആളുകൾ തമാശയായിട്ടോ അല്ലെങ്കിൽ ആ ഒരു കാര്യമായിട്ടുള്ള അതല്ല, അങ്ങനെ പറയാൻ പാടില്ല. അതിന്റെ സർവൈവേഴ്സ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കര സങ്കടമാവും. എന്റെ വായന്ന് ഞാൻ വർത്താനം വരാൻ പാടില്ല, മനസ്സിലായില്ലേ? കട്ട് ചെയ്യുന്ന പരിപാടി ഇല്ല. ഇനി എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യരുത്, ഇങ്ങനത്തെ കളിയൊക്കെയുള്ള വർത്താനങ്ങൾ പറയാൻ പാടില്ല. പനി ബാധിച്ചവരെ പോലും പറയരുത്. കാരണം അവരതിന്റെ സർവൈവേഴ്സ് ആണ്.
അവര് വലിയൊരു ദുരന്തത്തിന്റെ ആഫ്റ്റർ എഫക്റ്റിൽ ജീവിച്ചിപ്പോഴും വരുന്ന സർവൈവേഴ്സ് ആണ്. നീ പറയോ? ഉറപ്പല്ലേ? നീ കട്ട് ചെയ്യാതെ ഇടാൻ കാരണം, എനിക്ക് ഇതാണെങ്കിൽ കട്ട് ചെയ്ത് കളയുന്നു. കട്ട് ചെയ്യാതെ ഇടാൻ കാരണം ഇനി ആരും ഇത് പറയരുത്. ഇത് പിന്നെ ഫ്രണ്ട് ആയതുകൊണ്ടും ഓനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ടും ഇതേപോലെ എല്ലാവരും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. സർവൈവേഴ്സിനെ നിങ്ങൾ ഒരിക്കലും കളിയാക്കി വിടരുത്. ഓക്കെ, നമ്മൾ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ വെച്ച് പറയരുത്. ഇത് മ്യൂട്ടേഷൻ സംഭവിച്ചാണ് ഈ സാധനത്തിന്. അതൊരുമാതിരി ഏലിയൻ പോലൊരു സാധനം. നമുക്ക് ഒരു രീതിയിലും ഒരു ഇൻട്രസ്റ്റ് തോന്നി ഒന്നും തോന്നില്ല. ഒട്ടും ഇമ്പാക്ട് ഇല്ലാത്ത, ഒട്ടും പേടിപ്പിക്കാത്ത ഒരു ദിനോസർ. അതുകൊണ്ട് തന്നെ അത് അവരെ കൂടെ ഓടുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം തോന്നണമെന്നില്ല. അത് മാത്രല്ല, ഈ ബേർഡ് പാട്ട് വരുന്ന സമയത്ത് ഈ ദിനോസേഴ്സിന്റെ ഇടയിൽ തന്നെ ഈ ബേർഡിന്റെ പാട്ട് വരില്ലേ, പക്ഷികളെ പോലുള്ള ദിനോസേഴ്സ്, പക്ഷി ദിനോസേഴ്സ് വരുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് സത്യം പറഞ്ഞ എല്ലാ ജുറാസിക് വേൾഡ് സീരീസിലുള്ള സിനിമകൾക്കും ഒരു ഹൈ സാധനം വരും. വേറെ ഒരു സാധനം വന്നാൽ ഫൈറ്റർ ജെറ്റ് F-16 ഒക്കെ പോണാൽ മതി പോയി സാധനം. ശരിക്കും ആ പാർട്ടിലാണ് എനിക്ക് ഭയങ്കര പേടി തോന്നിയിട്ടുണ്ട്. പണ്ട് ആ ബേർഡ് കേജിലൊക്കെ പോയി കുടുങ്ങുന്ന ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. വേറെ ബേർഡ് കേജിനകത്ത് ഇവര് സർവൈവ് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. ആ സാധനത്തിന്റെ ഒരു ഇമ്പാക്ട്, ആ ബേർഡ് ഡിനോസറിനെ കൊണ്ട് ഒരു തരത്തിലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിക്കാൻ ഇവരെ കൊണ്ട് പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതിൽ കുറച്ച് അനക്കോണ്ട അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് മിക്സ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസം ഉണ്ടായിരുന്നു തോന്നുന്നു. അതെന്തോ ആല തുമ്പ കാണിച്ചു ഏതൊരു സാധനം ഉള്ളിൽ കൂടി പോണ പോലെ. അപ്പൊ ആകെ മൊത്തം നമ്മള് എല്ലാ ജുറാസിക് വേൾഡ് സീരീസ് ഓഫ് മൂവീസ് എടുത്ത് നോക്കിയാലും ഇതൊരു ബിലോ ആവറേജ് മൂവിയാണ്. എനിക്ക് രണ്ടെണ്ണത്തിന്റെ ഒരു റൊമാൻറ്റിക് സീൻ ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഏറ്റവും വലിയ ദിനോസേഴ്സിന്റെ അത് കാണാൻ ഭയങ്കര സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണതാണ് ഒരു രസം ഉണ്ടായത്. അപ്പോൾ കുട്ടികളെ കൊണ്ടുപോയി 3D എന്താ പറയുക ദിനോസേഴ്സിനെ കാണിക്കാം എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇതിനകത്തുള്ളത്. അല്ലാതെ ഈ ഫസ്റ്റ് ഒറിജിനൽ ദിനോസർ മൂവി ജുറാസിക് പാർക്ക് കണ്ടത് മുതലുള്ള ഒരു ത്രില്ല് അടിച്ച് നിൽക്കുന്ന നമുക്ക് ഓർമ്മയില്ല. ആ ടോയ്ലറ്റിൽ നിന്ന് ഒരാളെ പൊക്കിയെടുത്തോണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര പേടി, അടിപൊളിയായിരുന്നു. ഇതങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒന്നും തരാൻ പറ്റിയില്ല ഇതിന്. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റേ വേൾഡ് ഡോമിനൻ കഴിഞ്ഞതിന് ശേഷം വേൾഡ് ഡോമിനൻ വാസ് എ ക്ലാസിക് വൺ. എനിക്ക് ഈ സീരിയസ്ലി ഞാൻ പറഞ്ഞു ഒറിജിനൽ എൻ്റെ വേൾഡ് ഡോമിനൻ ആണ് ഏറ്റവും ഇഷ്ടമായത്. ഇത് ബിലോ ആവറേജ് ഫോർ മീ. കുട്ടികളെ നിങ്ങൾ ഡെഫിനറ്റ്ലി കയറ്റി കാണിക്കണം. കാരണം ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറെ എലമെന്റുകൾ അതെ, കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനും. പിന്നെ എന്താ പറയുക, പ്ലെയിൻ ആണ്, ഭയങ്കര ക്ലീൻ ആണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ കുട്ടികളെ ക്ലീൻ ആണ്, അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുപോവാ. ഇതിനകത്ത് അങ്ങനത്തെ ഒരു എന്താ പറയുക സീനുകളോ കാര്യങ്ങളോ, അതായത് വയലൻസ്, ഓവർ എക്സ്ട്രാ വയലൻസ് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നുമില്ല പ്രോപ്പറായിട്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്തിട്ട് കാണാൻ പറ്റുന്ന ഒരു ദിനോസർ ബോയ്. അപ്പോൾ ഓക്കെ ഗൈസ്, റിവ്യൂ വേണ്ടല്ലോ. റിവ്യൂ കുട്ടീൻ്റെ കയ്യിൽ അല്ല, ആ കുട്ടീൻ്റെ കയ്യിലിരിക്കുന്ന സാധനത്തിന് എന്തൊക്കെയോ ചെയ്യാണ്ടെന്ന് വിചാരിച്ചിരുന്നു. അത് ഇങ്ങനെ എന്താ പറയുക, ഡോളിനെയൊക്കെ കൊണ്ടെടുക്കണം, അതിനെ കൊണ്ടെടുക്കണം, നല്ല ക്യൂട്ടായി. ഇതാണ് കാറിൽ എപ്പോഴും സംഭവിക്കാറ്. റിവ്യൂ എടുക്കുന്ന സമയത്ത് ഇയാൾ ഇതൊന്നും പറയില്ല. റിവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാറിന് പോയി കംപ്ലീറ്റ് റിവ്യൂ ആണ് ഇതിൻ്റെ സിനിമേൻ്റെ.